ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ UAE ജോബുകളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ UAE ഇരുന്നുകൊണ്ട് UAE ജോബുകളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും ശരി, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം നമ്മുടെ അബുദാബി എയർപോർട്ടിൽ കുറേയധികം ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ജോബ് വേക്കൻസികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 10, +2, ഡിഗ്രി, ഡിപ്ലോമ ഇതൊക്കെ പാസ്സായവർക്കുള്ള ജോബ് വേക്കൻസികളും ജോബ് വേരിയൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അബുദാബി എയർപോർട്ടിൽ മാത്രമല്ല UAE മിക്ക എയർപോർട്ടുകളിലും ഇപ്പോൾ ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഈ എല്ലാ ജോബ് വേക്കൻസികളെയും കുറിച്ച് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഗൈസ്, ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഗ്ലോബൽ എയർ നാവിഗേഷൻ സർവീസസ് കരിയേഴ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ എയർ നാവിഗേഷൻ സർവീസസിൻ്റെ ഒരു കരിയർ ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ കാണുന്നതാണ് അവരുടെ കരിയർ ലിങ്ക്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്ലോബൽ എയർ നാഷണൽ സർവീസസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കരിയർ പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ പേജിൽ തന്നെയാണ് ജോബ് വേക്കൻസീസും അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ജോയിൻ അവർ ടീം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അതിന് തൊട്ട് താഴെ ഡിസ്കവർ അവർ വേക്കൻസീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്താണ് അവരുടെ എല്ലാ ജോബ് വേക്കൻസികളും അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഷോ ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 24 എന്ന് പറഞ്ഞ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 24 കാറ്റഗറി പെടുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ജോബ് വേക്കൻസികളും ഇങ്ങനെ ലിസ്റ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ജോബ് വേക്കൻസിയിൽ നിന്നും നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി കണ്ടെത്താനായിട്ടും സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരു ജോബ് വേക്കൻസി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ആ ജോബ് വേക്കൻസി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ ജോബ് ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ ടെക്നിക്കൽ സ്കിൽസ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയതിന് ശേഷം തൊട്ട് താഴെ തന്നെ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. ആ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് താഴെ തന്നെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് രജിസ്റ്റർ ചെയ്ത് ആ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇവരിവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ജോബ് വേക്കൻസിയാണോ സെർച്ച് ചെയ്യുന്നത് ആ ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ടടിയിൽ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ജോബിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, UAE എയർപോർട്ടുകളിലേക്കുള്ള ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, എന്തൊക്കെ ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. അതായത് UAE ജോബൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ UAE ജോബുകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഏതെങ്കിലും ജോബുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.